നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് ചിന്തിക്കുന്നത്. ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനനസമയത്തെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ കുംഭം രാശിയിൽ ഒന്നിച്ചു വരുന്നത് വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ വാരം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഴ്ചയുടെ പകുതിയോടെ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. സർക്കാർ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. ബിസിനസ്സിൽ മികച്ച പുരോഗതി ഉണ്ടാകും. മുമ്പ് മുടങ്ങിക്കിടന്ന കരാറുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം പകുതിയോടെ ചർച്ചകൾ തുടങ്ങാം. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലവാരമായിരിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ തീരുമാനം എടുക്കും. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ആവശ്യമായ സമയമാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. പൊതുവെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണ് സംബന്ധമായോ തലവേദനയോ ഉദരസംബന്ധമായോ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. കൃത്യമായ വിശ്രമം ഉറപ്പുവരുത്തുക. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. വാഹനകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ഷമയോടെ സാഹചര്യങ്ങളെ നേരിടുന്നത് ഗുണകരമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. എങ്കിലും ജോലിഭാരം അല്പം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പ് ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമാന്യം നല്ല ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾക്കോ മാറ്റങ്ങൾക്കോ അനുകൂല സമയമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കരാറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. എങ്കിലും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നത് ഉത്തമമാണ്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നു. ലോൺ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ സമയമാണ്. ദൂരയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ച മാറി സ്നേഹബന്ധം പുതുക്കാൻ ഈ ആഴ്ചയിൽ സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മത്സര പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കണ്ണുകൾക്കോ പല്ലുകളോ സംബന്ധിച്ച് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാതെ നോക്കുക.
തിങ്കളാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ചൊവ്വാഴ്ച സൂര്യാസ്തമനം മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പ്രകൃതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം ലഭിക്കും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് വഞ്ചന ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പുതിയ പ്രൊഫഷണൽ അവസരങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ ക്രിയാത്മകത പ്രശംസിക്കപ്പെടും. വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആഴ്ചയിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. വിദേശയാത്രകൾക്കോ പുതിയ ബിസിനസ് കരാറുകൾക്കോ ഉള്ള സാധ്യത കാണുന്നു. ബിസിനസ് സംബന്ധമായ രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. എങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ധാരണ വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കും. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കാനുള്ള സാധ്യത കാണുന്നു. ഉന്നത പഠനത്തിനോ വിദേശത്തോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്ത ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഭക്ഷണകാര്യത്തിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച സൂര്യാസ്തമയം വരെ അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വലിയ നിക്ഷേപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഉത്തമമായിരിക്കും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നിത്യവും ഓം നമോ നാരായണ ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു. അമിത ജോലിഭാരം കാരണം മാനസികമായി ഉന്മേഷക്കുറവിന് കാരണമായേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യത പാലിക്കുക. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ബിസിനസ്സിൽ അനുകൂലമായ സമയമാണ്. എങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല. നിലവിലുള്ള ബിസിനസ്സിൽ വലിയ മുതൽ മുടക്ക് ഒഴിവാക്കുക. സാമ്പത്തിക രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. ധനപരമായ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യത കാണുന്നു. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കാം. എങ്കിലും പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങൾക്കോ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കോ ഈ വാരം അനുകൂലമല്ല. അപ്രതീക്ഷിതമായി ആശുപത്രി ചിലവോ വാഹന അറ്റകുറ്റപ്പണികളോ വന്നു ചേരാം. വീട് പണി നടക്കുന്നവർക്കും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉള്ള സാധ്യത കാണുന്നു. ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. മാതാപിതാക്കളുടെയോ കുടുംബത്തിലെ മുതിർന്നവരുടെയോ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആഴ്ചയുടെ പകുതിക്കു ശേഷം സഹായം ലഭിക്കും. പഠനത്തിൽ ഏകാഗ്രത കുറയാനുള്ള സാധ്യത കാണുന്നു. പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമാണ്. കാലുകൾക്കോ സന്ധികൾക്കോ വേദന ഉള്ളവർ ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ വരാൻ സാധ്യത കാണുന്നു. വാഹനമോടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജലധാര വഴിപാടായി നടത്തുന്നതും ഓം നമഃശിവായ ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം,
ഉത്രം ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. വലിയ ലാഭത്തേക്കാൾ നിലവിലുള്ള കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിലാകണം ശ്രദ്ധ. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ള വാരമാണിത്. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. മുമ്പ് നൽകിയ കടം തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒത്തുചേരാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. ഉപരിപഠനത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് വിശ്രമം എടുക്കാൻ മറക്കരുത്. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലമായിരിക്കും. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും കാര്യവിജയത്തിന് ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടക്കുന്ന പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. എഴുത്ത്, മാധ്യമം, ബാങ്കിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടാൻ പറ്റിയ സമയമാണ്. വിപണിയിലെ മത്സരങ്ങളെ അതിജീവിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഏജൻസി ബിസിനസ്സുകാർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായോ വീടിൻ്റെയോ വാഹനങ്ങളുടെയോ അറ്റകുറ്റപ്പണികൾക്കായോ ആശുപത്രി സംബന്ധമായോ ഉള്ള ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ധനലാഭം ഉണ്ടാകാൻ യോഗമുണ്ട്. മുമ്പ് നൽകിയ വായ്പകൾ തിരികെ ലഭിച്ചേക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നല്ല ധാരണയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വീട്ടിലേക്ക് പുതിയ അതിഥികൾ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. എങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ജലദോഷമോ തൊണ്ടവേദനയോ വന്നേക്കാം. കൃത്യമായ വ്യായാമം തുടരുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിവരും. പ്രവാസികൾക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്ന ആഴ്ചയാണിത്. സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കും. പകുതി വഴിയിൽ നിന്നു പോയ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സുകളിൽ സുതാര്യത ഉറപ്പാക്കുക. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. എങ്കിലും ഈ ആഴ്ച അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കാൻ സാധ്യത കാണുന്നു. കടങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും.
ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കും. ബന്ധുക്കളുടെ സന്ദർശനം ഉണ്ടായേക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എന്നിരുന്നാലും വായു സംബന്ധമായ അസ്വസ്ഥതകളോ ചെറിയ തോളുവേദനയോ അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ സമ്മിശ്ര ഫലങ്ങളാണ് ഈ ആഴ്ച കാണുന്നത്. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ കുറയാൻ സാധ്യത കാണുന്നതിനാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നേരിട്ട് ചെയ്യുക. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ഈ ആഴ്ച പൂർത്തിയാക്കാൻ സാധിച്ചേക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിച്ചേക്കാം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ ഒപ്പത്തിനൊപ്പം ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാരമധ്യം വരെ കാത്തിരിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമായിരിക്കും. കുടിശ്ശികയായി ലഭിക്കാനുള്ള പണം തിരികെ കിട്ടാൻ സാധ്യത കാണുന്നു. പഴയ കടബാധ്യതകൾ തീർക്കാൻ അനുയോജ്യമായ സമയമാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചിലവാക്കാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് യാത്ര പോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഏകാഗ്രത വർദ്ധിക്കുകയും പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉറക്കക്കുറവിനോ ഉള്ള സാധ്യത കാണുന്നു. രാത്രിയാത്ര പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ജോലിഭാരം അല്പം കൂടുതലായിരിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയ ജോലിക്ക് അപേക്ഷിക്കാനോ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കാനോ ഈ ആഴ്ച അനുകൂല സമയമാണ്. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധ്യത കാണുന്നു. പങ്കാളിത്ത കച്ചവടങ്ങളിൽ നിന്ന് ലാഭം വർദ്ധിക്കും. ദൂരയാത്രകൾ വഴി ബിസിനസ് ഉയർച്ചയിലെത്തും. സാമ്പത്തികമായി ഈ ആഴ്ച മെച്ചപ്പെട്ട നിലയിലായിരിക്കും. കിട്ടാനുള്ള കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കുക. ശനിയാഴ്ച സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഇണക്കത്തിലാകും. വീട് പുതുക്കിപ്പണിയുന്നതിനോ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ തീരുമാനമെടുക്കും. പഠന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന വാരമാണിത്. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്കും കലാരംഗത്തുള്ളവർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ അന്യസംസ്ഥാനങ്ങളിലോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണെങ്കിലും കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളോ ചെറിയ തലവേദനകളോ ഉണ്ടായേക്കാം. കൃത്യമായ ഉറക്കവും വിശ്രമവും ഉറപ്പുവരുത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ അല്പം വൈകുമെങ്കിലും ഫലമുറപ്പാണ്. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക.
മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമല്ല. നിലവിലുള്ള ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ചർച്ചകളിൽ സംയമനം പാലിക്കുക. അനാവശ്യ ചെലവുകൾ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വരവും ചിലവും കൃത്യമായി പ്ലാൻ ചെയ്യുക. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെങ്കിലും സംസാരത്തിൽ നിയന്ത്രണം വേണം. ബന്ധുക്കളുമായി ചെറിയ തർക്കങ്ങൾ വരാനിടയുണ്ട്. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. എങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലം ലഭിക്കും. മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കണ്ണുകൾക്കോ പല്ലുകൾക്കോ കാലുകൾക്കോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകൾ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി കഴിപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അവിട്ടം അവസാന പകുതി, ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ആഴ്ചയുടെ പകുതിയോടെ ജോലിയിൽ വലിയ മാറ്റങ്ങൾക്കോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യത കാണുന്നു. എഴുത്ത്, കല, IT തുടങ്ങിയ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ലാഭം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന കരാറുകൾ പുനരാരംഭിക്കാൻ കഴിയും. സാമ്പത്തികമായി ഈ വാരം ഗുണകരമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും പണം കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ഉറവിടങ്ങളിൽ നിന്ന് പണം കൈവന്നേക്കാം. ലോട്ടറി അല്ലെങ്കിൽ ധനസഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാം. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ തക്കതായ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്ര പ്ലാൻ ചെയ്യാനും സാധിക്കും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കാൻ സാധ്യത കാണുന്നു. ഉപരിപഠനത്തിനായി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പുകൾ ലഭിച്ചേക്കാം. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കകൾക്ക് വകയില്ല. എങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെട്ടേക്കാം. വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാല്, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ അധ്വാനം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. തടസ്സപ്പെട്ടു കിടന്ന ചില പ്രവർത്തികൾ പതുക്കെ നീങ്ങി തുടങ്ങും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച മിതമായ ഫലമേ ലഭിക്കൂ. വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കി നിലവിലുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചിലവുകൾ നിയന്ത്രിക്കേണ്ട വാരമാണ്. അനാവശ്യ യാത്രകൾ മൂലമോ ആഡംബര വസ്തുക്കൾക്കു വേണ്ടി പണം ചിലവാക്കാൻ സാധ്യത കാണുന്നു. തടസ്സപ്പെട്ടു കിടന്നിരുന്ന ചില കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ മാനസിക ധൈര്യം നൽകും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി രമ്യതയിലാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. പഠന കാര്യത്തിൽ അലസത കാണിക്കരുത്. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിലൂടെ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. വാതസംബന്ധമായ അസുഖങ്ങളോ നടുവേദനയോ ഉള്ളവർ ജാഗ്രത പാലിക്കുക. കണ്ണുകൾക്കോ കാലുകൾക്കോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യ സംബന്ധമായി കൂടുതൽ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക.
ചൊവ്വാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ദിവസങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. എല്ലാവരെയും സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.